നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ ഷിപ്പ്യാർഡ്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ ഷിപ്പ്യാർഡ്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ ഷിപ്പ്യാർഡിനെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ സീപോർട്ടുമായിട്ട് അല്ലെങ്കിൽ വിഴിഞ്ഞം സീപോർട്ടുമായിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കൊളാബറേറ്റ് ചെയ്ത് കൺഫ്യൂഷൻ വരരുത്. ഇത് എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ ഒരു നമ്മുടെ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന ഒരു സംഗതിയും കൂടിയാണ്. കുറച്ച് പേരെങ്കിലും ഇത് മുൻപേ തന്നെ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ പൂവാറുമായിട്ട് ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഷിപ്പ്യാർഡ് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതാണ് നമ്മുടെ തിരുവനന്തപുരം ഷിപ്പ്യാർഡായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ നാച്ചുറലായിട്ട് തന്നെ ഏകദേശം 20 മീറ്റർ ഡെപ്ത് ഉണ്ട്. നമ്മുടെ വിഴിഞ്ഞത്തെ പോലെ തന്നെയാണ്, ഏകദേശം വിഴിഞ്ഞത്തോളം തന്നെ ഡെപ്ത് വരും. വിഴിഞ്ഞത്ത് ഏകദേശം 25-30 മീറ്റർ ആണെങ്കിൽ ഇവിടെ 20 മീറ്റർ ഡെപ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വാട്ടർഷാലിന് വളരെ അടുത്താണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ സംഭവിക്കുന്നതാണത്, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ആവുന്നതോട് കൂടിയിട്ട് ഒരു മെഗാ പോർട്ടിൻ്റെ അടുത്ത് ഒരു ഷിപ്പ്യാർഡ് നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഷിപ്പ്യാർഡിനെ പറ്റി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ചകൾ വന്നിരുന്നെങ്കിലും പല കാരണത്താൽ ഈ ഒരു പ്രോജക്റ്റ് നടക്കാതെ പോയി. എന്നാൽ ഇതിപ്പോൾ വീണ്ടും സജീവമായി വന്നിരിക്കുകയാണ്. ആ സജീവമായതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ട് തന്നെയാണ്. നമുക്ക് വിഴിഞ്ഞം പോർട്ട് വരുമ്പോഴത്തേക്കും മറ്റൊരു ബൃഹത് പദ്ധതിയാണ് നമ്മുടെ പൂവാർ ഷിപ്പ്യാർഡിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരുമ്പോഴത്തേക്കും ഒട്ടനവധി കപ്പലുകൾ നമ്മുടെ നാട്ടിലേക്ക് വരും. അതുപോലെ തന്നെ ഒരു വൻ കണ്ടെയ്നർ ഷിപ്പുകളാണ് ഇവിടെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിപ്പയറിംഗ് സൗകര്യങ്ങളും മറ്റും ഇവിടെ കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് വൻ മുതൽക്കൂട്ടാകും നമ്മുടെ രാജ്യത്തിന്. വൻ നിക്ഷേപ സാധ്യതകളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഒട്ടനവധി വിദേശത്തു നിന്നുള്ള കാശ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർനാഷണൽ ചാനലുമായിട്ടുള്ള പ്രോക്സിമിറ്റിയും വളരെ അടുത്താണ്. ഇവിടെ റിപ്പയറിംഗ് യാർഡ് മാത്രമല്ല, ഒരു ഷിപ്പ് ബിൽഡിംഗ് യാർഡായിട്ട് തന്നെ നിർമ്മിക്കാനാണ് നമ്മൾ പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട വളരെ അധികം എക്സ്പെർട്സ് പറയുന്നതും. കാരണം ഇപ്പോൾ കൊച്ചി ബേസിൽ നമ്മളിപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. കൂടുതലും നമ്മുടെ യുദ്ധക്കപ്പലുകളാണ് നിർമ്മിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചെറു വെസലുകളൊക്കെ നിർമ്മിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വൻ കപ്പൽശാല തന്നെയാണ്. അതായത് കണ്ടെയ്നർ ഷിപ്സ് നിർമ്മിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള നാച്ചുറൽ സംഗതികളെല്ലാം നമ്മുടെ ഈ വിഴിഞ്ഞം പൂവാറിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുണ്ട്. അത് അനുയോജ്യമാണ് ഏകദേശം നമുക്കിതുപോലുള്ള വൻ പദ്ധതികൾ നടപ്പാക്കാനായിട്ടും. അപ്പോൾ നമുക്കിവിടെ ഇത് നടപ്പാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പല കപ്പലുകളും ഇപ്പോൾ ഡ്രൈ ഡോക്കിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ മെയിൻ്റനൻസും അതുപോലെ തന്നെ ചൈന ബേസ്ഡായിട്ടാണ് ഇപ്പോൾ വൻ കപ്പലുകളൊക്കെ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ മത്സരിക്കുന്നത് ചൈന പോലുള്ള രാജ്യത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങൾ, അതായത് ചൈന പോലുള്ള രാജ്യങ്ങൾ ഏതിലോടാണോ കിടപിടിച്ച് മത്സരിക്കുന്നത് അതിനോടൊപ്പം നമ്മളും കിടപിടിച്ച് മത്സരിച്ചാൽ മാത്രമേ നമുക്ക് ലോകത്തിനോടൊപ്പം ഓടിയെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പൂവാറ് പോലത്തുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിഴിഞ്ഞം പോലുള്ള മേഖലകളെല്ലാം അതിനോട് അടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉപകരിക്കും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു കൊച്ചു ക്യാപിറ്റലായ തിരുവനന്തപുരത്തെ ലോക മാപ്പിൽ അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും. ഓൾറെഡി തന്നെ നമ്മുടെ വിഴിഞ്ഞം തിരുവനന്തപുരം ഇൻ്റർനാഷണൽ വന്നതോട് കൂടിയിട്ട് ലോകത്തിൻ്റെ മാപ്പിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഇതിനെ ഒരു ഷിപ്പിംഗ് സെൻറ്ററായിട്ട് വളർത്താനായിട്ട് അല്ലെങ്കിൽ ഒരു ഷിപ്പിംഗ് ക്യാപിറ്റലായിട്ട് വളർത്താനായിട്ട് ഇതുകൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഇനി മുന്നോട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അതായത് ലോകത്തിൻ്റെ തന്നെ ഷിപ്പിംഗ് ക്യാപിറ്റലായിട്ട് തിരുവനന്തപുരത്തിന് മാറാനായിട്ട് സാധിക്കും. അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്. ആ പൊട്ടൻഷ്യൽ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സൈഡിൽ ഷിപ്പ്യാർഡ്, ഒരു സൈഡിൽ നമ്മുടെ സീപോർട്ട്. ഇതെല്ലാം ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ ലോകത്തധികം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആ യുണീക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തലവര തന്നെ മാറ്റാവുന്ന ഒരു സംഗതിയായിട്ട് മാറും. ഇതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് പ്രയത്നിക്കണം. ഇതിൽ നമ്മൾ പുറകിൽ നിന്നുള്ള വെട്ടോ കുതുകാൽ വെട്ടോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നടക്കില്ല. ഇത് നമ്മൾ ജനങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ബ്യൂറോക്രാറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള വ്യവസായികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇതൊരു നെക്സ്റ്റ് ലെവൽ പ്രോജക്റ്റായിട്ട് മാറും. വിഴിഞ്ഞം സീപോർട്ടും വിഴിഞ്ഞം പൂവാർ ഷിപ്പ്യാർഡും ഇത് ചേർന്ന് നമുക്ക് സൃഷ്ടിക്കാവുന്നത് ലോകത്തിന് മുന്നിൽ ഒരു വൻ മാതൃകയാണ്.
തിരുവനന്തപുരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ലോകത്തിനൊരു ഷിപ്പിംഗ് ക്യാപിറ്റലായിട്ട് മാറും. ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ ഉയർച്ചയുടെ ഒരു ചെറുപടിയെന്നോണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് പുറമേ തന്നെ നമ്മുടെ ആദ്യകാല വീഡിയോകളിൽ നമ്മൾ ഈ പൂവാറിനെ പറ്റിയിട്ടൊരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇത് ലൈം ലൈറ്റിലേക്ക് വരുന്നു, ആൾക്കാരുടെ സംസാര വിഷയമാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വീണ്ടും കൊണ്ട് വന്നിട്ടുള്ളത്. ഇത് ആര് കണ്ടാലും ഇതിനു വേണ്ടി വാദിക്കുക, ശ്രമിക്കുക, ഇതിനെ സാക്ഷാത്കരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രണാസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രോസ് കേരള.